പ്രിയമുള്ള ജനങ്ങളെ, ഇതാണ് ജാതിക്കയുടെ ഉള്ളിലുള്ള കാമ്പ്. പുറം തൊലി ജാതിക്കയുടെ തോടാണ്. ഉള്ളിലുള്ള ചുവന്ന കളറുള്ളത് ജാതിപത്രിയാകുന്നു. അതിൻ്റെ ഉള്ളിലാണ് ജാതിക്ക. ഈ കൃഷി വൻപിച്ച വിജയമാണ്. അത്യുൽപാദന ശേഷിയുള്ള ജാതിക്കയുടെ തൈ നട്ടുകൊണ്ട് അത് പരിപാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുണ്ടാക്കാം. ഇത് വേനൽക്കാലത്ത് വളരെയധികം നിർബന്ധമുള്ള ഒരു കൃഷിയാണ് ജാതിക്ക കൃഷി. ജാതിക്കത്തോട്ടത്തിൽ തേനീച്ചപ്പെട്ടി വെച്ച് കഴിഞ്ഞാൽ ജാതിത്തേൻ എന്ന് പറയുന്ന മധുരമുള്ള തേൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇത് തെങ്ങിൻ്റെ ഇടയിൽ ഇടവിളയായും കൃഷി ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ജാതി കൃഷി. ഇത് വിളവ് പാകമായി കഴിഞ്ഞാൽ താനെ ഭൂമിയിലേക്ക് കൊഴിയും. ആ സമയത്തും വിളവ് പാകമായ ജാതിക്ക മരത്തിന് നേരിട്ടും നമുക്ക് പറിക്കാം. അത്യുൽപാദന ശേഷിയുള്ള ജാതിത്തൈകൾ ലഭിക്കാനുണ്ട്. അത്യാവശ്യം നല്ല വിലയാണ്. അതുകൊണ്ട് 1 ഏക്കർ സ്ഥലത്തിൽ നിന്നും ജാതി കൃഷി ചെയ്തു കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു വർഷം 10 ലക്ഷം വരെ രൂപ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ഇതിൻ്റെ തോട് അച്ചാറിന് വേണ്ടി ഉപയോഗിക്കാം. പ്രധാനമായും ഇത് മെഡിസിന് വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. വിദേശത്തേക്ക് വൻതോതിൽ ഇത് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള ജാതിക്കയുടെ ഭംഗി നമുക്ക് ഒന്ന് ആസ്വദിക്കാം. ഇതാണ് ആ ചുവപ്പ് കാണുന്നതാണ് ജാതിപത്രി. ഒരു വളരെയധികം ആകർഷണീയമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ആ ജാതിപത്രിയും ജാതിക്കയും രണ്ടും 2 വിലയാണ്. നല്ല വിളഞ്ഞ പാകമായ ജാതിക്കയിൽ നിന്നും ജാതിപത്രി പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. മഴക്കാലത്ത് ജാതിക്ക നിലത്ത് വീണ് കഴിഞ്ഞാൽ ശേഖരിച്ചിട്ടില്ലെങ്കിൽ ജാതിപത്രി ചീഞ്ഞു പോകുന്നതാണ്. ഇതെല്ലാം ഉണക്കി സൂക്ഷിക്കണം, എന്നെങ്കിൽ മാത്രമേ ഇതിന് മാർക്കറ്റുള്ളൂ. ഇതാണ് ജാതിപത്രിയുടെ മനോഹരമായ കാഴ്ച. വളരെ ചുവന്ന് തുടുത്ത ഒരു ചെമ്പരത്തി പൂവിൻ്റെ ഇതളുകൾ പോലെയാണ് ഇതിൻ്റെ ഭംഗി. നല്ല വാസനയാണ്. ലൂസ് മോഷന് ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണവും തേനും കൂടി കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നതാണ്.